അപ്പൊ ഈ കുട്ടിക്കാലം നമ്മുടെ റിലേഷൻഷിപ്പുകളെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ബിബി, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കുട്ടിക്കാലത്ത് ഒരുപാട് അവഗണന ലഭിച്ചവർ, അല്ലെങ്കിൽ റിജക്ഷൻ ലഭിച്ചവർ, സ്നേഹം കിട്ടാത്തവർ, അപ്പം ഇവരുടെ ഉള്ളിൽ ഇതിന് കോർ ബിലീഫ്സ് എന്ന് പറയും. ചിലപ്പോൾ ഐ ആം അൺലവ്ഡ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഐ ആം റിജക്റ്റഡ് എന്നായിരിക്കാം. അപ്പോൾ ഇവന് ഈ ഫ്രണ്ട്ഷിപ്സിലൊക്കെ പോയി കഴിയുമ്പോൾ പോലും, എല്ലാവരും നിൽക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ പോലും നിൽക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഞാൻ അവഗണിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇവനുണ്ടാകുന്നത്. അതേപോലെ തന്നെ ദാമ്പത്യത്തിലേക്ക് വരുമ്പോഴും ഇതേ അവസ്ഥ ഉണ്ടാവാം. കാരണം ഇവനൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ പല സാഹചര്യങ്ങളിലും ഇവന് ആ റിജക്ഷൻ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് ഐ ആം അൺലൗഡ് എന്നുള്ളൊരു ഫീൽ വരാം. അപ്പം ഇതെല്ലാം, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റൂട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ചൈൽഡ്ഹുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകളാണ്. അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഈ ബിലീഫ് സിസ്റ്റംസ് ആണ് അതായത് സെൽഫ് ബിലീഫ്സ് ആണ്. അത് നമ്മൾ കോർ ബിലീഫ്സ് എന്ന് പറയും. ഇന്ന് അങ്ങനെയുള്ള കോർ ബിലീഫ്സ് ഒക്കെ റീറൈറ്റ് ചെയ്യാനുള്ള ഒരുപാട് തെറാപ്യൂട്ടിക് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ തെറാപ്പികളിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും അല്ലേ?